ഭയങ്കര രസമായിട്ട് നമ്മുടെ വിശേഷങ്ങളും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മക്കളെ? പിന്നെ അടിപൊളി. അടിപൊളിയാണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഷോയിന്റെ ഭാഗമാവാൻ നിങ്ങളെ കിട്ടിയതും ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. ശോ, എനിക്ക് വയ്യ. ദീപ്തി ജനിച്ചത് ജർമ്മനിയിലായിരുന്നോ? ജനിച്ചത് നാട്ടിലായിരുന്നു. നാട്ടിലാണ്. പിന്നെ ജർമ്മനിയിലേക്ക് പോയി. പിന്നെ ജർമ്മനി വിട്ട് എന്തേ എങ്ങ് പോകുന്നേ? ഇതായിരുന്നു യോഗ. അതിന് വേണ്ടിട്ടാണ്. ഓരോന്ന് ഞാൻ പറയില്ലേ, മുജ്ജന്മ പാപം എന്നൊക്കെ പറയില്ലേ, അത് തീർക്കുന്നെങ്കിൽ എന്റെ കൂടെയൊക്കെ ജീവിക്കണം. കേട്ടിട്ടുണ്ട്. ആണോ ദീപ്തി? അത്ഭുതല്ലേ പാപം എന്ന് പറഞ്ഞപ്പോ അറിയാം. അപ്പൊ ജർമ്മനി ശരിക്കും ഈ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നാണോ? അയ്യോ അല്ല, അങ്ങനെയല്ല. ജർമ്മനിയിലായിരുന്നു കൊച്ചിലെ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് നാട്ടിലാണ്. ഇവിടെ ആയിരുന്നു. ഇവിടെ ഡാൻസ് പഠനമൊക്കെ എവിടെ വെച്ചിട്ടാ തുടങ്ങിയത്? ജർമ്മനി വെച്ചാ സ്റ്റാർട്ട് ചെയ്തത്. 5 വയസ്സുള്ളപ്പം അവിടെ ഒരു ടീച്ചറായിരുന്നു. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം കണ്ടിന്യൂ ചെയ്തു. എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനെ? PG ഭരതനാട്യമാണ് ചെയ്തത്. വിധുവിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ പഠിത്തത്തെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. ഇല്ല, പഠിത്തത്തെ കുറിച്ച് ഞാൻ ചോദിക്കുവോ? ഞാൻ ചോദിക്കില്ല. കാരണം എനിക്കറിയാം എന്നോട് ചോദിക്കുന്നു, അപ്പൊ ഞാനും നാറും. അതുകൊണ്ട് പഠിത്തം നമ്മള് മാറ്റി വെച്ചിരിക്കുന്നു. പക്ഷെ ഗുരുക്കന്മാരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ? നമുക്ക് ദേവരാജൻ മാഷിന്റെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ, ഒരു ഗോൾഡൻ ഡേയ്സ് എന്ന് പറയുന്നത് മാസ്റ്ററിനെ പോലത്തെ ഒരു വലിയ അതുല്യനായ ഒരു കലാകാരന്റെ കൂടെ ഒരു 3-3.5 വർഷം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത്തിരി പഠിക്കാൻ. ദേവരാജ മാഷി ഈ ശബ്ദം കേട്ടിട്ട് വിധുവിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ, വിധുവിന് ഉള്ളിൽ എവിടെയോ പ്രണയമുണ്ടോ എന്നൊക്കെ? നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോടാ? അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ കോളേജിലാണ്, ഞാൻ ഇങ്ങനെ ആടി ഇങ്ങനെ വെച്ച്. അല്ല അങ്ങനെയല്ല, ആരുടെ പേര് പറയും? സിദ്ധു വേണോ മഞ്ജു വേണോ? അപ്പൊ ഞാൻ അതൊക്കെ എന്നാ പ്രേമിക്കണം, അതായത് ഒരാൾക്ക് പ്രേമിച്ചാൽ മാത്രമേ കുറച്ചുകൂടെ അത് മനസ്സിലാക്കി പാടാൻ പറ്റും, ഭാവം ഉൾക്കൊണ്ട് പാടാൻ പറ്റും. പിന്നെ അവിടെ ഞാൻ പിന്നെ എന്റെ മാസ്റ്റർ പറഞ്ഞു എന്നോട്. ഈ കൊറോണ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ പാട്ടൊക്കെ എഴുതിയിരുന്നു അല്ലേ? അയ്യോ, വേണമെങ്കിൽ അതൊന്നുകൂടെ ഇവിടെ പാടാട്ടോ. അയ്യോ, ഒരു ദുരന്തം പാടിക്കോ. ഒരു ദുരന്തം വന്നു പോയി, ഇപ്പൊ മൊത്തം ദുരന്താണല്ലോ. അതിനുള്ള അർത്ഥത്തിൽ കേക്കാം നമുക്ക്. പിച്ചൊന്നും വേണ്ട, ഞാൻ പാടിക്കോളാം. അതെ. മാസ്കിട്ടൊരു പാട്ട് പാടട്ടെ ഞാനും, ലോക്കിട്ടു പൂട്ടിയ വീട്ടിൽ നിന്നാ ചക്കക്കുരു തന്നെ ദിനവും തിന്നുന്നേ, എന്നിട്ട് ചുമ്മാ ലൂഡോ കളിച്ചിടുന്നേ. ബാക്കി എനിക്ക് ഓർമ്മയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എന്നറിയില്ല, പക്ഷെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഗെയിം വന്നു. ഈ ലോക്ക്ഡൌൺ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ലോക്ക് ഗെയിം ഓർമ്മ വന്നു. ലോക്കിട്ട് പൂട്ടുക എന്നാണ് ഈ ഗെയിമിന്റെ പേര്. തുടങ്ങല്ലേ? ലോക്കിട്ട് പൂട്ടാം എന്ന ഗെയിമിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ലോക്കിട്ട് പൂട്ടാം എന്ന് പറഞ്ഞ ഗെയിം തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരാളെവിടെ? മോളിവിടെ ഒളിച്ചിരിക്കരുന്നല്ലേ? ഞങ്ങളിതാ നല്ല വൃത്തിയായിട്ട് പൂട്ടി താഴിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. 5 1 2 3 4 5 പൂട്ടിട്ടാണ് പൂട്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ 5 താക്കോലുകളുണ്ട്. റിയലും ഉണ്ട്, ഫേക്കും ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഒരു വരവലങ്ങ് വരവ്, മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വയ്ക്കും. എനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി. മനസ്സിലാവണം, അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാവുന്നത്. അപ്പം മനസ്സിലായിട്ട് എടുക്കാതിരിക്കരുത്. ഇനിയാണ് നമുക്ക് അറിയാനുള്ളത്, വിധു ഈ ഗെയിമിൽ ജയിക്കുമോ, ഭാര്യയെ രക്ഷിക്കുമോ? അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? റെഡി, മ്യൂസിക്. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സേ. ആദ്യത്തെ പൂട്ട് തന്നെ തുറക്കാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം. ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. സ്നേഹം കണ്ടോ? സ്നേഹം അബദ്ധവശാൽ സംഭവിച്ചു. സ്നേഹമുണ്ട്, സ്നേഹമുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ. അടുത്ത തുറക്കോ? കള്ളത്തരം, അത് തെറ്റായി പോയി. തുറക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇല്ല, അതും തുറന്നിട്ടില്ല. ആകെ കൈയിന്റെ പുലിയാണ്. രണ്ട് ലോക്ക് കളഞ്ഞിരിക്കുകയാണ് ഇപ്പൊ. ഇനി ആകെ 3 എണ്ണേ ഉള്ളൂ. എന്റെ കൈ എവിടെയാണ്? ശ്രദ്ധിച്ച് അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത്
മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അല്ല അതുമല്ല, ആ താക്കോലുമല്ല. നമുക്ക് ഏകദേശം 1 മിനിറ്റ് സമയമുള്ളൂ ട്ടോ. അതിനുള്ളിൽ നമ്മുടെ കുട്ടിയെ രക്ഷിക്കണം. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് ആണ്. അതിനുള്ളിലാണ് ഇനി തുറക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയേണ്ടത്. ഇനി 2 എണ്ണം കൂടി ബാലൻസ് ഉള്ളു. ബാക്കി എല്ലാം ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അടിപൊളി, അടിപൊളി. ഭയങ്കരം തന്നെ. കണ്ടോ ആനന്ദ ആസൃക്കൾ പൊഴിയട്ടെ ആ സ്നേഹം കണ്ടിട്ട്. ഇത് ഞാൻ കൊന്നാലും തുറക്കില്ല. Time out. ഓ എനിക്കറിയായിരുന്നു രക്ഷിക്കൂല. രക്ഷിക്കൂല. വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. 4 ഞാൻ തുറന്നു. പക്ഷെ അടിപൊളി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് ലോക്ക് വളരെ ഗംഭീരമായിട്ട് തുറന്നു. പിന്നെ ചടപടയെന്ന് അധികം സമയമൊന്നും എടുക്കാണ്ട് 3 എണ്ണം. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വിധുവിന്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചില്ല അല്ലെ? ആ ഒരു ഭാര്യയോടുള്ള സ്നേഹം. എന്റെ ഭാര്യയെ റെഡ് കാർപ്പറ്റിൽ നിന്ന് രക്ഷിച്ച് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു വ്യഗ്രത ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് പൂട്ടിയിടണോ? പുതിയ ട്രിക്ക് ഗെയിം മനസ്സിലായില്ല. ഇടയ്ക്ക് ലോക്ക്ഡൌൺ സമയത്ത് കളിക്കാൻ നിങ്ങൾ. അത് അവളോടാ പറയണ്ടേ, എന്റെ അടുത്തല്ല. അപ്പൊ ഇനി വിധുവിനെ നമ്മൾ പൂട്ടാൻ പോവാണ്. മണിച്ചിത്ര താഴിട്ട് അതിനുള്ള സമയമാണ്. സോ നോക്കാം. വിധു ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം ന്യൂഡൽഹി സിനിമയിൽ മറ്റേ ത്യാഗരാജ മാഷ് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അല്ലേ? പ്രിയതമേ, നിന്റെ സ്നേഹത്താൽ അഴിച്ചു വിടൂ എന്നെ. സ്നേഹത്താൽ അഴിച്ചുവിട്ടാ മതിയോ? എന്ന് പറഞ്ഞാൽ നിനക്കില്ല. അതെ അത് ഞാൻ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഉണ്ട്. സെയിം ദീപ്തിക്ക് തന്ന പോലെ അതേ പൂട്ട് തന്നെയാണ്. അപ്പൊ ഈ 1.5 മിനിറ്റ് സമയം കൊണ്ട് ഈ 5 എണ്ണം അഴിച്ചെടുക്കാൻ പറ്റുമോ നോക്കൂ. പ്രിയതമയുടെ സ്നേഹം അങ്ങ് കാണിച്ചു കൊടുക്കൂ. അപ്പൊ എന്താ നമുക്ക് അധികം സമയങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക്. ഇത് ആദ്യത്തെ ലോക്ക് തന്നെ ഓപ്പൺ ചെയ്തിരിക്കുകയായിരുന്നു. ദീപ്തി അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയാം. മനപ്പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഭർത്താവും ആദ്യത്തെ ഭാര്യയും പൊളിക്കും നമ്മള്. പൊളിക്കും. പൊളിച്ചെന്ന് വെച്ചാ മതി. യെസ് യെസ് യെസ്. തിരിയുന്നുണ്ട് പക്ഷെ തുറക്കുന്നില്ല. അപ്പൊ ഇതല്ലേ അതല്ല, നേരത്തെ കേറുന്നുണ്ടായിരുന്നു. രാജഹംസമേ, പ്രിയതമേ എന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് തുറക്കാൻ. തുറക്കടി. പ്രിയതമേന്ന് വിളിച്ചൊക്കെ മാറ്റേണ്ടി വരും. ഇനി 1 2 3 3 കൂടി ഉള്ളൂ. സെയിം വിധു പോകുന്ന അതേ പാതയിലൂടെയാണല്ലോ കുട്ടി പോകുന്നത്. നീ മാറി ചിന്തിക്കൂ. ചേഞ്ച് കൊടുക്കാം. ഇനി ഇത്രയും കൂടി ഉള്ളൂ. വളരെ വിചാരിച്ചാ പറ്റും. ഞാൻ 4 അല്ലേ തോന്നാ? ഞാൻ 4 അല്ലേ? പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതില് ഞാൻ തോറ്റോ? ഇതിലെ രമണൻ തോറ്റിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ മരിക്കാനാ യോഗം. അല്ല ഇത് തോൽവിയല്ലല്ലോ. ഇത് നമ്മളെ സ്നേഹത്തിന്റെ ഒരു വേറൊരു ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ ഇപ്പൊ അവക്ക്? അത് 2 എണ്ണം 2 ഇഞ്ച് കുറവാണ് കേട്ടോ. 2 എണ്ണം. ഞാൻ 4 എണ്ണം തുറന്നു. അതെ, അവിടെ ഇച്ചിരി കൂടുതൽ, ഇവിടെ ഇത്തിരി കുറവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ കളിയിൽ ജയിച്ചതാരാ? ഞാന്. ഈ കളിയിൽ തോറ്റതാരാ? ദീപ്തി. കേക്കണോ? അപ്പൊ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കാണ്. ഇനി ഭാര്യയുടെ പണിഷ്മെന്റ് കൂടി കേട്ട ചിരിച്ചിരിച്ച് മരിക്കും. അതെന്താ? അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നേരത്തെ തോറ്റത് വിധിച്ചേട്ടനാണെങ്കിലും ഞാനും കൂടെ സഹായിച്ചായിരുന്നു. അപ്പൊ എനിക്ക് സഹായം വേണം. ഇല്ല, അതെന്റെ വേണം. പറ്റൂല. ഒരു മിനിറ്റ്. അത് വേണം. കാരണം നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതന്നെ പരസ്പരം സ്നേഹിച്ചും വളരെ നന്നായി പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ്. അപ്പൊ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ ആരും സഹായിക്കും. എന്ത് പ്രശ്നം, എന്താ ടാസ്ക്? അതാണ് അതായത് ന്യൂസ് റീഡർ ആവാൻ പോവാണ് നമ്മുടെ ദീപ്തി. അത് കുഴപ്പമില്ല. പക്ഷെ 2035 കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇമാജിൻ ചെയ്തുള്ള കുറെ ന്യൂസുകളാണ് ദീപ്തി വായിക്കേണ്ടത്. മനസ്സിലായല്ലോ? 2035. അപ്പൊ എന്ത് വേണേ സംഭവിക്കാം. ഈ എന്ത് കാര്യം വേണേ ഇൻക്ലൂഡ് ചെയ്യാം. കൊറോണ, നമ്മുടെ കുറച്ച് അങ്ങ് നിന്റെ ഒരു വിദൂരതയിലേക്ക് ഇവളുടെ ഭാവന വെച്ച് ദീർഘവീക്ഷണങ്ങൾ നടക്കട്ടെ. ദീപ്തി ന്യൂസ് റീഡറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, സോ മ്യൂസിക്. നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ യുവാവ് യുവതിയെ പീഡന ശ്രമം.
തന്റെ മാസ്ക് ഊരി കാണിച്ചാണ് പീഡനം. ഇതിനു മുമ്പും അദ്ദേഹം ഇതേ കുറ്റകൃത്യം ചെയ്തതിന് അകത്ത് പോയിട്ടുണ്ട്. അമൃത ചാനലിന്റെ പുതിയ ബ്രാഞ്ച് ചന്ദ്രനിൽ ആരംഭിച്ചു. റെഡ് കാർപ്പറ്റിൽ 2020 റെഡ് കാർപ്പറ്റ് ആങ്കർ ചെയ്ത സ്വാസികയെ ആദരിച്ചുകൊണ്ടാണ് ആ ബ്രാഞ്ച്. പെട്രോളിന്റെ വില 1,50,000 രൂപ വർദ്ധിച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇനി എങ്ങനെ നമ്മൾ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചയാളെ പോലീസ് പിടിച്ചോണ്ട് ടാക്സ്. കേരളത്തിൽ കൊറോണ ഇല്ലാത്ത ഒരു യുവാവിനെ കണ്ടെത്തി. ഗായകൻ വിധു പ്രതാപന്റെ സ്വർണ്ണ മാസ്ക് കാണാതെ പോയി. അതിന് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. അന്വേഷണം തുടരുന്നു. അതെ, അവസാനം കണ്ടുപിടിച്ചു, ഭാര്യ എന്നെയാണ് എടുത്തത്. 2035 ആയാലും ഭാര്യയുടെ സ്വഭാവത്തിന് മാറ്റമില്ല. ഒന്നുമില്ല. അടിപൊളിയായിരുന്നു അല്ലേ?